വെൽക്കം ടു ന്യൂ ക്ലാസ് ഓഫ് കെമിസ്ട്രി KTU ഇലക്ട്രോകെമിസ്ട്രിയിലെ നേൺസ്റ്റ് ഇക്വേഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡെറിവേഷൻ ആവശ്യമില്ല. നമ്മുടെ കഴിഞ്ഞ സ്കീമിൽ ഡെറിവേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത്തവണ ഡെറിവേഷൻ വേണ്ട. അത് ഇക്വേഷൻ എഴുതാനും ദെൻ അതിൻ്റെ പ്രോബ്ലംസ് മാത്രം മതി. സോ വാട്ട് ഈസ് നേൺസ്റ്റ് ഇക്വേഷൻ? നേൺസ്റ്റ് ഇക്വേഷനിൽ എന്താ പറയുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്ന ഇക്വേഷൻ ആണ് നേൺസ്റ്റ് ഇക്വേഷൻ. നമുക്ക് ആ ഒരു സെറ്റപ്പ് അറിയാം. നമ്മൾ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റിനകത്തേക്ക് ഒരു ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അവിടെ എന്താ ഒരു ഓക്സിഡേഷൻ പൊട്ടൻഷ്യലോ റിഡക്ഷൻ പൊട്ടൻഷ്യലോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്കറിയാം. അപ്പോൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ, ആ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ, ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ പറയുന്നത്. നമ്മളൊരു ജനറൽ റിഡക്ഷൻ റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. Mn പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M. Mn പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ എടുക്കുമ്പോൾ ആ മെറ്റലിന്റെ ഇലക്ട്രോണും കൂടി ചേർത്ത് എഴുതുന്നതാണ് Mn പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോപ്പർ ആണ് എടുക്കുന്നതെങ്കിൽ കോപ്പർ 2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ. ഇതുപോലെ ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ എങ്കിൽ അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് M/M പ്ലസ്. E ഈസ് ഈക്വൽ ടു ഈ സെല്ല്, അതായത് ആ ഒരു സെല്ല് EMF ഈസ് ഈക്വൽ ടു E0 സെല്ല്. E0 സെൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് EMF ആണ്. E0 സെൽ മൈനസ് ഇതെല്ലാം കോൺസ്റ്റന്റ് 2.303 RT/NF ലോഗ്, പിന്നെ ഇവിടെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് M ബൈ കോൺസെൻട്രേഷൻ ഓഫ് M പ്ലസ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ റിയാക്ഷനിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ഓൾറെഡി ഉള്ളതാണ്. അതിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷനെ ഡിനോട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പ്യുവർ സോളിഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ എമ്മിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് 1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് 9. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഹാഫ് സെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF ലോഗ് 1 ബൈ Mn പ്ലസ് ആയിരിക്കും നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ തന്നാലും ഈ രീതിയിൽ നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. സിങ്ക് ഗീവ്സ് സിങ്ക് 2 പ്ലസ് 2 ഇലക്ട്രോൺ. ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അല്ലേ? സിങ്ക് 2 പ്ലസും 2 ഇലക്ട്രോണുമായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതും? E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. എത്ര ഇലക്ട്രോൺ കൊടുക്കുന്നു വാങ്ങുന്നു എന്നുള്ളതാണ്. സിങ്കിന്റെ കേസിൽ അത് 2 ആണ്. അപ്പം ഡിവൈഡഡ് ബൈ 2F ലോഗ് ഇവിടെ വരേണ്ടത് എന്തൊക്കെയാണ്? സിങ്ക് 2 പ്ലസ് ഡിവൈഡഡ് ബൈ സിങ്ക് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക്. അതിൽ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ഹാഫ് സെല്ലിന്റെ എന്ത് എഴുതാൻ പറ്റും? നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും. ഇനി നമുക്കറിയാം ഇവിടെ E എന്ന് പറയുന്നത് ഈ സെല്ലിന്റെ EMF, E0 സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദെൻ R ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, 8.314 ആണ് അതിന്റെ വാല്യൂ, ദെൻ T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, F ഈസ് ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി, ഇറ്റ് ഈസ് എ ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺസ്. 1 മോൾ ഓഫ് ഇലക്ട്രോൺസിന്റെ ചാർജ് ആണ് F. അതിന്റെ വാല്യൂ 96,500 കൂളോം പെർ മോൾ ആണ്. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ ഒരു എഫിന്റെ വാല്യൂ, ആറിന്റെ വാല്യൂ ഒക്കെ. ടെമ്പറേച്ചർ പിന്നെ നമ്മൾ കെൽവിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ഹാഫ് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഒരു കംപ്ലീറ്റ് സെല്ല് കൺസിഡർ ചെയ്യുക. AA പ്ലസ് BB ഗീവ്സ് CC പ്ലസ് DD. അതായത് ഒരു കംപ്ലീറ്റ് റിയാക്ഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാവും? E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ, ഇതെല്ലാം സെയിം ആണ്. 0.0591 ഡിവൈഡഡ് ബൈ N ലോഗ് ദെൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. സെയിം തന്നെ. കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C, കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു
ബി. ഇവിടെ ഈ എ ബി സി ഡി ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ എ ബി സി ഡി ഡിനോട്ട് ചെയ്യുന്നത് ഈ ആറ്റത്തിന്റെ എണ്ണമാണ്. ഇപ്പൊ നമ്മൾ 2Cu എന്നൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ 2Cu പ്ലസ് സിങ്ക് Zn ആണെങ്കിൽ ഈ കോപ്പറിന് മുമ്പ് അതിന്റെ ആറ്റത്തിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് ഇക്വേഷനിൽ വരുമ്പോൾ നമ്മൾ ആ കോൺസെൻട്രേഷൻ ഓഫ് ആറ്റം റേസ് ടു നമ്മുടെ എണ്ണം എത്രയാണോ അത് എഴുതുന്നു. ഇവിടെ ക്യാപിറ്റൽ എയുടെ എണ്ണം സ്മോൾ എ ആണെങ്കിൽ, ഇവിടെ ഇപ്പൊ 2 ആണെങ്കിൽ ഇവിടെ എയുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണെങ്കിൽ നമ്മളിത് ഇവിടെ ഈ എയുടെ സ്ഥാനത്ത് 2 എഴുതും. അപ്പൊ ആ രീതിയിൽ നമ്പർ ഓഫ് ആറ്റംസ് കൂടി നമ്മുടെ കോൺസെൻട്രേഷന്റെ മുകളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഇതാണ്. ഇപ്പൊ നമുക്ക് ഡാനിയൽ സെൽ അറിയാം, സിങ്ക് പ്ലസ് കോപ്പർ 2 പ്ലസ് ഗീവ്സ് സിങ്ക് 2 പ്ലസ് പ്ലസ് കോപ്പർ. ഈ റിയാക്ഷന്റെ ഈ സെൽ എന്തായിരിക്കും? ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക്. ഇതിന്റെ ഒന്നും ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് എണ്ണമില്ല, ഒന്നായതുകൊണ്ട് ഈ കോൺസെൻട്രേഷന്റെ മേലിൽ നമ്മൾ അതിന്റെ റേസ് ടു എഴുതേണ്ട ആവശ്യമില്ല. ഇനി പ്യുവർ സോളിഡ്സിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ സിങ്കിന്റെയും കോപ്പറിന്റെയും കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് എടുത്തു, പിന്നെ അത് ഡിനോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT ബൈ NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2 പ്ലസ് എന്ന് വരും. ഇനി ഇതിനകത്ത് ആറും ടിയും എഫും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2 പ്ലസ്. ഈ രീതിയിൽ ഏത് ഇക്വേഷൻ തന്നാലും നമുക്ക് അതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെൽ E0 സെല്ലും ബാക്കി വാല്യൂസ് എല്ലാം അറിയാമെങ്കിൽ നമുക്ക് ഈ സെല്ല് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ ഒക്കെ തന്നാലും നമുക്ക് സെൽ EMF കണ്ടുപിടിക്കാനും നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ ഏത് റിയാക്ഷൻ തന്നാലും റിയാക്ഷനിന്റെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇവിടെ ബാക്കിയുള്ളതെല്ലാം സെയിം ആണ് നമുക്കറിയാലോ. E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇത്ര സെയിം ആണ്. ദെൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അതിൽ പ്രോഡക്റ്റ് പ്യുവർ മെറ്റൽ ആണെങ്കിൽ, അതായത് അയോൺസ് അല്ലാതെയാണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. ബാക്കിയുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് അയോൺസ് കൊടുത്തിട്ടുണ്ട് 0.76 വോൾട്ട്. വാട്ട് വിൽ ബി പൊട്ടൻഷ്യൽ ഓഫ് 2 മോളാർ സൊല്യൂഷൻ അറ്റ് 300 കെൽവിൻ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് E0 സെൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദെൻ 2 മോളാർ സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് കോൺസെൻട്രേഷൻ ആണ് ഇവിടെ മൊളാരിറ്റിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോൺസെൻട്രേഷനും കൊടുത്തിട്ടുണ്ട്. ദെൻ ടെമ്പറേച്ചർ 300 കെൽവിൻ എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ സെല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. E0 സെല്ല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ മെറ്റൽ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഈ സിങ്ക് ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 ഡിവൈഡഡ് ബൈ NF ലോഗ്. സിങ്കിന്റെ കേസിൽ എങ്ങനെയാ വരുന്നത്? സിങ്ക് ഗീവ്സ് സിങ്ക് 2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? അപ്പൊ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ നമ്മൾ സിങ്കിന്റെ ഓക്സിഡേഷൻ ആണ് സിങ്ക് 2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സിങ്ക് ഗീവ് സിങ്ക് 2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ. ഇനി ഒരു റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റിഡക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സിങ്ക് 2 പ്ലസിനുണ്ടാകുന്ന റിഡക്ഷൻ എങ്ങനെ എഴുതും? സിങ്ക് 2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് സിങ്ക്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ നമ്മളിത് റെപ്രസെന്റ് ചെയ്യാണ്. E is equal to E0, ഇവിടെ മൈനസ് ആണെന്ന് വെച്ചോ, മൈനസ് 2.303 RT by NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ആണ്. അതായത് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് വരും. കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 1 ആണ് നമുക്കറിയാം, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഇപ്പൊ ഈ 1 ബൈ സിങ്ക് 2 പ്ലസ് എന്നുള്ളത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ E0 മൈനസ്, നമ്മുടെ ഇക്വേഷൻ E0 മൈനസ് എന്നായിരുന്നു അല്ലേ? ഈ സെൽ ഈസ് ഈക്വൽ ടു E0 മൈനസ് എന്നായിരുന്നു. അപ്പൊ ഈ മൈനസ് മാറ്റണേ എന്ത് ചെയ്താൽ മതി? കോപ്പർ മേളിലേക്കും സിങ്ക് താഴേക്കും കൊണ്ടുവന്നാൽ മതി അല്ലേ? അപ്പൊ ഈ രീതിയിൽ നമ്മളിവിടെ E0 മൈനസ് എന്നുണ്ടായിരുന്നതിൽ 1 ബൈ സിങ്ക് 2 പ്ലസ് എന്നായിരുന്നത് കൊണ്ട് നമ്മളത് പ്ലസ് ആക്കി സിങ്കിനെ മേളിലേക്ക് കൊണ്ടുവന്നു. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ആക്കി. ഇനി ബാക്കി E0 നമുക്ക് തന്നിട്ടുണ്ട് 0.76 വോൾട്ട് ആണ്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സിങ്കിന്റെ കേസിൽ 2 ആണെന്ന് നമുക്കറിയാം. F96500 കൂളോം പെർ മോളാർ, അത് നമുക്ക് ഓൾറെഡി അറിയാം. കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2 മോളാർ. ഇനി R ഈസ് ഈക്വൽ ടു എത്രയാണ്? R ഈസ് ഈക്വൽ ടു 8.314, അത് നമുക്ക് ഓൾറെഡി അറിയാം. ടെമ്പറേച്ചർ
300 കെൽവിൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. E is equal to E0 ഇവിടെ പ്ലസ് ആയി കേട്ടോ. എന്തുകൊണ്ടാണ് പ്ലസ് ആയത്? 1/Sing2+ എന്നുള്ളത് നമ്മൾ മേളിലേക്ക് കൊണ്ടുവന്ന് ലോഗ് 1/Sing2+ എന്നുള്ളത് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Sing2+ എന്നാക്കി. അപ്പോൾ മൈനസ് പ്ലസ് ആയി. അപ്പോൾ E0 പ്ലസ് 2.303 RT ഡിവൈഡഡ് ബൈ 2F ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.769 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ, അതുപോലെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നാൽ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ, അതുപോലെ പ്രോബ്ലംസ് ചെയ്യാനും കൂടി പഠിക്കണം. ഒന്നുമില്ല, ഇക്വേഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിന് പകരം ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ വേറെ ആയതുകൊണ്ടാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് 0.0591 എന്നുള്ള വാല്യൂ ഇട്ടാൽ മതി. ഇവിടെ ഓൾറെഡി ടെമ്പറേച്ചറും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ T നമുക്ക് ഇഷ്ടമുള്ളവർ ഇടാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് എടുക്കുന്നത്. അതിനെ 273 ആഡ് ചെയ്ത് കെൽവിനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 300 ആയതുകൊണ്ട് നമുക്കത് പറ്റില്ല. ഓക്കെ, ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോകെമിക്കൽ സെൽ ഇൻ വിച്ച് സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. Pb2+ പ്ലസ് CD ഗീവ്സ് Pb പ്ലസ് CD2+. E0 സെല്ല് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് CD2+ഉം കോൺസെൻട്രേഷൻ ഓഫ് Pb2+ഉം തന്നിട്ടുണ്ട്. ഇതിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? E സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059. നമുക്ക് ഓൾറെഡി നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അറിയാം. അപ്പോൾ 2.303 ആറും T ഒക്കെ വെച്ച് ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ അറിയാം. ഡിവൈഡഡ് ബൈ N ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് CD2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Pb2+. എന്തുകൊണ്ടാണ് പ്രോഡക്റ്റിൽ PB എഴുതിയിട്ടില്ല, റിയാക്റ്റന്റിൽ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ ഓഫ് CD എഴുതിയിട്ടില്ല? കാരണം എന്താ? അത് 1 ആണ് വാല്യൂ. അതുകൊണ്ട് നമ്മൾ അയോൺസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് CD2+ ഡിവൈഡഡ് ബൈ Pb2+. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് CD2+ തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് Pb2+ തന്നിട്ടുണ്ട്. N എത്രയാണെന്ന് തന്നിട്ടുണ്ട്. Pb2+ PB ആയി മാറുന്നു, അല്ലെങ്കിൽ CD2+ ആയിട്ട് മാറുന്നു. അപ്പോൾ N എപ്പോഴും എത്രയായിരിക്കും? 2 ആയിരിക്കും ഈ കേസിൽ. അപ്പോൾ E0 സെല്ലും തന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ലൈ ചെയ്യുക, നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നേൺസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് എഴുതാൻ പഠിക്കുക. നേൺസ്റ്റ് ഇക്വേഷന്റെ 2 ഫോം ഉണ്ട്. നോർമൽ ഫോമും അതുപോലെ തന്നെ 2.303 RTയുടെ വാല്യൂ ഒക്കെ ഇട്ടിട്ടുള്ള 0.0591 ഡിവൈഡഡ് ബൈ N ലോഗ് ഈ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കുക. ദെൻ ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് വന്നാൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ വാല്യൂസും തരും. പിന്നെ നമുക്ക് E E0 സെല്ലൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും.